ഹലോ ആൻഡ് വെൽക്കം. വനവിഭവങ്ങളാലും പ്രകൃതി ഭംഗിയാലും സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം. പറമ്പിക്കുളത്തിന് ഈ ഒരു പേര് വന്നതിന് പിന്നിൽ പ്രധാനമായിട്ട് രണ്ട് ഐതിഹ്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അർത്ഥം പറയുന്നത് പറമ്പ് കുളം എന്നുള്ള രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് പറമ്പിക്കുളം എന്നുള്ള ഒരു പേര് വന്നതെന്നാണ്. പറമ്പ് എന്ന് പറയുമ്പോൾ മുകൾ തട്ടിലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. കുളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ജലാശയമാണ്. പണ്ട് കാലം മുതലേ ഈ ഒരു മലമുകളിൽ ധാരാളം കുളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മലമുകളിലെ കുളങ്ങളുള്ള ഈ ഒരു പ്രദേശത്തിന് പറമ്പിലെ കുളം എന്നുള്ള പേര് വരികയും പിന്നെ അത് പറമ്പിക്കുളം എന്നുള്ള പേരിലേക്ക് മാറുകയായിരുന്നു. മറ്റൊരു ഐതിഹ്യം ഈ പ്രദേശത്തെ പുരാതന നിവാസികളായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ വനമേഖലയിൽ പണ്ട് വസിച്ചിരുന്ന പ്രതാപശാലിയായിട്ടുള്ള ഒരു ആദിവാസി മൂപ്പൻ ഉണ്ടായിരുന്നു. മൂപ്പന്റെ പേര് പറമ്പൻ എന്നായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആദിവാസി ഗോത്രം താമസിച്ചിരുന്ന കുളത്തിനരികെയുള്ള സ്ഥലത്തിന് പറമ്പന്റെ കുളം എന്നുള്ളൊരു പേരായിരുന്നു വിളിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് പറമ്പിക്കുളമായിട്ട് മാറുകയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരങ്ങളിൽ ഒന്നായിട്ടുള്ള കന്നിമാര തേക്ക് ഇവിടെയാണുള്ളത്. പണ്ട് വനത്തിൽ നിന്നും തടികൾ കൊണ്ടുപോകാനായിട്ട് കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് റാംവേ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏഷ്യൻ ആനകളുടെയും കടുവകളുടെയും ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ് പറമ്പിക്കുളത്തുള്ളത്. ഇന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നുള്ള പേരിൽ ലോക പ്രശസ്തി നേടിയ ഈ സ്ഥലത്ത് ഇന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നുള്ള പേരിൽ ലോക പ്രശസ്തി നേടിയ ഈ ഒരു വനം കാടർ, മലസർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളുടെ തനിമയാർന്ന സംസ്കാരം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും കാണാം. വളരെ മറക്കണ്ട. അഡിയോസ് അമിഗോസ്.